ശേഷം 8ഓളം ജനകീയ ചികിത്സാ കമ്പനികളുടെ ചെയർമാനോ അല്ലെങ്കിൽ രക്ഷാധികാരിയോ ആകേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്, പുതിയ ചെറുപ്പക്കാർക്ക്, തലമുതിർന്നവർക്കൊക്കെ അസുഖം വരുന്നത് എത്രമാത്രം ഭീകരമാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിക്കണം, ചക്ക എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ നമുക്ക് വിലയില്ലാത്ത ഉൽപ്പന്നമാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും വലിയൊരു മാർഗമുള്ള സംവിധാനം അതിനകത്തുണ്ട് എന്നാണ്. പക്ഷെ നമുക്കതറിയില്ല. നമുക്ക് കഞ്ഞി കുടിക്കുന്നത് അല്ലെങ്കിൽ ചക്ക കഴിക്കുന്നത് സ്റ്റാറ്റസിന് മോശമാണെന്ന് തോന്നുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊരു മെസ്സേജായി ഇന്നത് പാണ്ടിക്കാട് നടക്കുന്നെങ്കിൽ ഇത് കേരളത്തിൽ ചർച്ച ചെയ്യാൻ, ജില്ലയിൽ ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാകും. നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ ആയിരിക്കാം ആണ് എന്ന് എനിക്കറിയാം. അംഗനവാടി ടീച്ചർമാരുടെ പ്രയാസമൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഒരു ചരിത്ര ദൗത്യമാണ്. ഇതിനകത്ത് മറ്റൊരു പ്രയാസം നമ്മൾ വിചാരിക്കരുത്. ഇതൊരു ചരിത്ര ദൗത്യവും ഉത്തരവാദിത്വമാണ്. സമൂഹത്തിൽ കേവലം റോഡും തോടും കൊടുക്കുക എന്ന് മാത്രമല്ല, ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം നിങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ കൂടി ആരോഗ്യവും ഉൾക്കൊള്ളുന്ന മേഖലയെക്കുറിച്ച് ചിന്തിക്കുക എന്നത് പഞ്ചായത്തിന് ഉത്തരവാദിത്തമാണ്. തീർച്ചയായും ഇന്നലെ നടന്ന പരിപാടി ചരിത്ര സംഭവമായി പാണ്ടിക്കാടിലെ ആ പദ്ധതിയെ ജനം ചിത്രീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജില്ലയിൽ അത് ഏറ്റെടുത്തിരിക്കുന്നു DMO എല്ലാ അവിടേക്കൊന്ന് വെക്ക്. സ്പൂണുണ്ടെന്ന് ഇവിടെ വെക്കണ്ടേ? ഇതിന്റെ മോൾക്കട ഞാൻ തുറന്നുതരാം. പിന്നെ ആണണ്ടേ പാത്രം കണ്ടു പോയിട്ടുണ്ടല്ലേ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സുബൈദ അവർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പ്രിയപ്പെട്ട രഞ്ജിനി, പ്രിയപ്പെട്ട ഉമ്മസൽമ,